Hi dears, welcome back to our family. അപ്പം ഞാനിന്ന് തിരിച്ച് ദുബായിലോട്ട് പോവുകയെന്ന്. അപ്പം ദേവുവിനും ചേച്ചി കൊണ്ടു കൊടുത്ത ചോറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇറങ്ങാൻ ടൈമായി. 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഒരു 3:30 നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടിയാണ്. ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല, എന്നാലും നോക്കി ഇറങ്ങാം. ഇത് ആക്ച്വലി എൻ്റെ ചേച്ചി വീട്ടിൽ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്, പൊതിച്ചോറ് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. എറണാകുളമാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. പിന്നെ അവർക്ക് അച്ചാറുകളെല്ലാം അവൈലബിൾ ആണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാൻ കാര്യം സമയമില്ല. എൻ്റെ ബാഗിൽ കുറേ അച്ചാറുണ്ട്. ഞാൻ അവിടെ പോയിട്ട് പൊട്ടിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഗോകുന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ചാർ, അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാം ചേച്ചി തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇപ്പം നിങ്ങൾ വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും ആ ഐറ്റംസ്, സ്നാക്സ് ഐറ്റംസും അച്ചാറും ഒക്കെ ഡെലിവറി ചെയ്യുന്നതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്ക്. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ചോറ് സൂപ്പറുണ്ടോ, പൊതിച്ചോറ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വരുമ്പോൾ എല്ലാം ഞാൻ പറയാറുണ്ട്, ചേച്ചി പൊതിച്ചോറ് വേണം എന്നുള്ള കാര്യം. പൊതിച്ചോറ് വേണമെന്നുള്ള കാര്യം എന്നുവെച്ചാൽ ചേച്ചി ആയതുകൊണ്ടിട്ട് ഞാൻ പറയുന്നല്ല, സംഭവം സൂപ്പറാണ്, പക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ PG ഒക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും, അതല്ല ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം വന്നവരുണ്ടാവും. അപ്പോൾ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് തലേ ദിവസത്തെ പറഞ്ഞിരുന്നാൽ മതി. രാവിലത്തേക്കുള്ള ടിഫിൻ ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും എല്ലാം അവൈലബിൾ ആണ്. ആണ് മോനെ. അതുപോലെ അച്ചാറുകള് ചിക്കൻ, ബീഫ്, മട്ടൻ അല്ല മീന്, മറ്റേ കൊഞ്ച്, മാങ്ങ, നാരങ്ങ എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ വന്നിട്ട് ഗോകുനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ചിലപ്പം ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം ചോറിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. പൊതിച്ചോറിൻ്റെ ഇത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. കൊഞ്ച് തോരൻ, ചമ്മന്തി, ബീട്രൂട്ട് തോരൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉണ്ടാക്കി തരും. പിന്നെ സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ, മീൻകറി വേണമെങ്കിൽ മീൻകറി, ഏതാണെന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പം എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. എറണാകുളമാണ്. എറണാകുളത്ത് എവിടെയായാലും ഡെലിവറി ചെയ്യുന്നതാണ്. അതല്ല നിങ്ങൾക്ക് വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നെടുക്കാം. ഏതായാലും വിഷയമില്ല, സംഭവം സൂപ്പറാണ് കേട്ടോ. ഈ ഒരു സമയത്ത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഈ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സമയമായതുകൊണ്ടിട്ട് കൂടുതൽ ഞാൻ വലിച്ചിടുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ വന്നിട്ട് വരാൻ കഴിച്ചു തീർക്കട്ടെ. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഗോകുന് ഫ്ലൈറ്റ് വരുന്നത് രാത്രി 9 മണിക്കാണ്. എന്നാലും നേരത്തെ ഇറങ്ങിയത് ബ്ലോക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനിടയ്ക്ക് കാശി ബേബിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ടാണ്. അതാണ് ഈ ചുണ്ടത്തൊക്കെ വെച്ച് തേച്ച് വെച്ചേക്കുന്നത്. പിന്നെ പോകുന്ന വഴി അത്യാവശ്യം കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ആണ്. ഞങ്ങൾ പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ റോഡൊക്കെ പണിത് വരുമ്പോഴത്തേനേ ഭംഗിയാവുമായിരിക്കും. എന്നാലും ഇപ്പോഴത്തെ ഈ ഒരു ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു കഴക്കൂട്ടം കഴിഞ്ഞിട്ട് എയർപോർട്ട് വരെ ഉള്ള റോഡ് സൂപ്പറാണ്. എയർപോർട്ട് വരെ അല്ല, കന്യാകുമാരി വരെയും സൂപ്പറാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ അവിടെ കൊല്ലത്തുനിന്ന് ആ ഒരു കഴക്കൂട്ടം വരെ എത്താൻ ഇത്തിരി പാടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനിടയ്ക്കൊരു കടയിൽ നിർത്തിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വേസ്റ്റ് ചായ. അവിടുത്തെ ഒന്നും കൂടുതൽ ഉഴുന്നുവടയ്ക്കകത്ത് മൊത്തം റവയായിരുന്നു. കടുവാപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ടുള്ളൊരു തട്ടുകടയിൽ നിർത്തിയിട്ടായിരുന്നു. ഹോട്ടലിൽ തട്ടുകട ഉണ്ടായിരുന്നു. ആ തട്ടുകടയിൽ നല്ല ചായ കിട്ടും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറില്ല. പക്ഷെ അവിടെ നിർത്താണ്ടിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് ചായ മേടിച്ചാണ്. കൊള്ളില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 6:45 ആയപ്പോഴത്തേന് എയർപോർട്ടിൽ റീച്ചായി. വീട്ടിൽ നിന്ന് 3:45 ആയപ്പോഴേ ഇറങ്ങിയാണ് കേട്ടോ. ബ്ലോക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ ഈ സമയമായിട്ട്. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ടൈം നോക്കുമായിരുന്നു, ചെക്കിൻ സ്റ്റാർട്ടാകുമെന്ന് നോക്കുമായിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഗോകുൽ പോയപ്പോഴത്തേന് ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഞങ്ങൾ എയർ അറേബ്യയ്ക്ക് ഫ്ലൈറ്റ് എടുത്തു. പക്ഷേ ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് ഇൻഡിഗോയ്ക്കകത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വേറെ ടിക്കറ്റ് അന്ന് തന്നെ എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആ ഒരു അബദ്ധം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങുകയാണ് കേട്ടോ. കാശിനെയും കൊണ്ടിട്ട് ഗോകു പോയതിനാണ് ഞാൻ കൂടെ ചെന്നത്. പിന്നെ ഞാൻ പുറത്തോട്ട് വന്ന് കാശിനെ കയ്യിലൊക്കെ മേടിച്ച് ഗോകു പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം. കാര്യം ഇത്ര ദിവസം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഗോകു നാട്ടിൽ വന്നിട്ട് 4 മാസത്തിൽ കൂടുതലായി. അപ്പോൾ പോകുമ്പോൾ ഉള്ളൊരു വിഷമം. എന്നാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം കടയുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. ഗോകു ഇല്ലാത്തതുകൊണ്ടിട്ടേ നമ്മളൊരു സ്റ്റാഫൊരു പയ്യനുണ്ട്. അവൻ സർവീസറാണ്. പക്ഷേ സെയിൽസിൽ ആളില്ലാത്തതുകൊണ്ടിട്ട് കടയുടെ കാര്യമൊക്കെ ഒത്തിരി മോശമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് പോയത് തന്നെ. ഇനിയിപ്പം പുതിയൊരു സ്റ്റാഫല്ല, എൻ്റെ ഒരു ബ്രദർ പോകുന്നുണ്ട്. സോ പിന്നെ ഗോകു നാട്ടിൽ നിന്നാലും കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടിട്ടായിരുന്നു നാട്ടിൽ നിൽക്കേണ്ടി വന്നത്. ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു ജീവിതമാർഗ്ഗമാണല്ലോ, അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോയത്.
ഇതിനിടയ്ക്ക് ദേണ്ട് കാശി ബേബീനെ ചേട്ടത്തിയാണ് കേട്ടോ എടുത്തിട്ട് ഗോഗു ഗോഗു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പാവം 2 ദിവസത്തേക്ക് ആൾക്ക് അതിൻ്റേതായ ഒരു മൂസ്താവധി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കും ഉണ്ട്. അപ്പം ഇത് ഞാൻ പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഗോകുൽ പോയി, കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് എത്തി. ഫ്ലൈറ്റ് ഇത്തിരി ഡിലേ ഉണ്ടായിരുന്നു. രാത്രി ഇവിടുത്തെ 2 മണി ആവാറായപ്പോഴാണ് അവിടെ എത്തിയത്. ഇവിടുത്തെ 11 1 മണി ആവാറായപ്പോഴാണ് എത്തിയത്. കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് എത്തി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അച്ചാർ കാണിച്ചു തരാമെന്ന്. അച്ചാർ കാണിച്ചു തരാമെന്ന്. ഇതാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള അച്ചാർ. ആക്ച്വലി ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്യാരിങ് ആയിട്ടിരിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും എനിക്ക് അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചിക്ക് അറിയുകയും ചെയ്യാം. ഇപ്പം ചേച്ചി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ അച്ചാറിൻ്റെ ബിസിനസ്. ഇത് അവർ പ്രോപ്പർട്ടി എറണാകുളമാണ്, പക്ഷേ കേരളത്തിൽ എല്ലായിടവും ഡെലിവറി ചെയ്യുന്നുണ്ട്. ഡെലിവറി ചാർജ് ഉണ്ട്. അച്ചാറിൻ്റെ റേറ്റ് പൊതുവേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ലൈക്ക് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് പിക്കിൾസ് ആയാലും സ്നാക്സ് ആയാലും ഒക്കെ കൊളാബ് വരാറുണ്ട്. സോ എനിക്കറിയാം അതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അഫോർഡബിൾ റേറ്റിനാണ്. ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ടിട്ടായിരിക്കാം, എന്നാലും വേണ്ടിയില്ല, സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിനാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇതണക്ക് ഗോകു പോകണോണ്ടിട്ട് പുറത്തേക്ക് പോകാം. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇതെനിക്ക് ചേച്ചി കൊണ്ടുവന്ന് ഞാൻ ചേച്ചിയൊക്കെ പറഞ്ഞു, ചേച്ചി സംഭവം സൂപ്പറാണ്, ചേച്ചി എന്തായാലും വിജയിക്കും. അവർക്ക് പേജോ കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത് കോൺടാക്ട് നമ്പർ തരാമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് ഇപ്പം എന്ത് വേണമെങ്കിലും, ഇപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ഡിന്നർ ഉണ്ട്, ഇലച്ചോറുണ്ട്, പൊതിച്ചോറുണ്ട്, പിന്നെ ടിഫിൻ്റെ അകത്ത് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും. എറണാകുളത്ത് നിങ്ങൾക്ക് വന്നെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ കാണും. അവർക്കൊക്കെ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെ നൈറ്റത്തെ, അല്ലെങ്കിൽ ഉച്ചക്കത്തെ നൈറ്റത്തെയും രാവിലത്തെ നൈറ്റത്തെ, അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ടൈമിലാണ് വേണ്ടത് നേരത്തെ കോൺടാക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ അറേഞ്ച് ചെയ്ത് ഫുഡ് റെഡിയാക്കി തരും കേട്ടോ. മാത്രമല്ല ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ഐറ്റംസ് വേണമെങ്കിലും, ഇപ്പോൾ സ്നാക്സ് വേണമെങ്കിലായാലും ഞാൻ പറഞ്ഞ കണക്ക് റൈസോ അതല്ല വേറെ എന്ത് ഫുഡ് ഐറ്റംസ് വേണമെങ്കിലും അതും റെഡിയാക്കി ഒരു കാറ്ററിംഗ് പോലെ നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതാണ്. അത് അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് ചെയ്യാറുള്ളത്. അവർക്ക് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പൊതിച്ചോറിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. 60-70 ആ ഒരു റേറ്റിനാണ് കൊടുക്കുക. അത്രയും ക്വാണ്ടിറ്റിയിൽ അത്രയും കറികളടക്കം 60 രൂപ 70 രൂപ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു കടയിലൊക്കെ പോയി കഴിക്കുന്നവർക്ക് അറിയാം നമ്മളിപ്പോൾ ഒരു ഫ്രൈയും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ എത്ര രൂപയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ വെച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഫുഡ്, അതായത് കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാണ്ടിട്ട് നല്ല ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് അത്ര വിശ്വാസത്തോടെ പറയാൻ പറ്റുന്നത് എൻ്റെ ചേച്ചി ആയതുകൊണ്ടിട്ടാണ്. സോ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ചോദിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി. ഇപ്പം ഞാൻ സാധാരണ ഗോകുൽ ഇവിടെ പാലക്കാടൊക്കെ പോയിട്ട് വരും. ചേച്ചി എടുത്ത് വിളിച്ച് പറയാം, ചേച്ചി പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുമ്പോൾ എടുത്തുകൊണ്ട് വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പൊതിച്ചോറ്. അത് ഒരു വികാരമാണല്ലേ ചേച്ചി, ഒരു രക്ഷയില്ല. ചേച്ചിയുടെ നല്ല എനിക്ക് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേ കണക്ക് അച്ചാറിൻ്റെ പരിപാടി ഇപ്പോൾ തുടങ്ങിയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനുണ്ട്, ബീഫുണ്ട്, നെല്ലിക്കയുണ്ട്, പിന്നെ ലെമൺ ഡേറ്റ്സ്, നാരങ്ങയും നമ്മുടെ ഈന്തപ്പഴം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇനി നാരങ്ങ ഈന്തപ്പഴം ഉള്ളത്. പിന്നെ മാങ്ങാച്ചാറുണ്ട്, പിന്നെ വെള്ള നാരങ്ങയുണ്ട്. ഇത് ചിക്കനാണ് കേട്ടോ. അങ്ങനെ എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഓയിൽ മീൻസ് ഇത് നമ്മുടെ നാട്ടിൽ അച്ചാറുണ്ടാക്കുന്ന എണ്ണയുണ്ടല്ലോ, അതാണ്, വെളിച്ചെണ്ണയല്ല. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചാറുകളിലൊന്നും മറ്റേ ഇതില്ല, എന്താ പറയുക, അയ്യോ പൊട്ടിച്ച മാങ്ങാച്ചാർ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമോ കാശിക്കുട്ട? എൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു. അപ്പോൾ അവൾ കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ കേക്ക് കൊടുത്തപ്പോൾ കേക്കും കേക്കാണ്. ഞാൻ പൊട്ടിച്ച മാങ്ങാച്ചെറിപ്പണി ഞാൻ അത് എടുത്തിട്ട് വരാവേ. വേണ്ട കണ്ടോ, ഇത് കഴിഞ്ഞ ആഴ്ച അല്ല 3-4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം കൊണ്ടുവന്നാണ്. ഭയങ്കര ടേസ്റ്റാണ് സംഭവം. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വെട്ടുമാങ്ങ ഉണ്ടല്ലോ, കുറച്ച് വലിപ്പമുള്ള ടൈപ്പിലുള്ള മാങ്ങയാണ്. മാങ്ങ തന്നെ പല വിധത്തിലിടും. അതായത് കേട്ടോ, ഇത് ഇത്രയും തീർന്നത് തന്നെ മനസ്സിലാവുമല്ലോ എങ്ങനെയായിരിക്കുമെന്ന്. മാങ്ങ പല വിധത്തിലിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിമാങ്ങയുണ്ട്,
കുഞ്ഞായിട്ട് അരിയുന്ന മാങ്ങയുണ്ട്, പിന്നെ കലക്കിയിടുന്നത്, അത് വേവിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന മാങ്ങ ഉണ്ട്. മാങ്ങ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവർ ചെയ്യുന്നുണ്ട്. മാങ്ങയിൽ മാത്രമല്ല കേട്ടോ, എല്ലാത്തിലും വെറൈറ്റീസ് ഉണ്ട്. ഓരോന്നോരോന്ന് തിന്ന് കാണിച്ചാൽ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. ഇത് എന്തുവല്ലേ, മീൻ. ഞാൻ അങ്ങനെ മീൻ ചിക്കനൊന്നും അങ്ങനെ കഴിക്കത്തില്ല. എനിക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടം ഈ മാങ്ങയും നാരങ്ങയൊക്കെയാണ് കേട്ടോ. എന്താണെന്നൊന്നും എന്നോട് ചോദിക്കില്ല, എനിക്ക് അങ്ങനെ അതൊക്കെ ഇഷ്ടം. പിന്നെ അതൊരു നെല്ലിക്കുണ്ടായിരുന്നു, ഇതൊക്കെ സീൽ ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ടിട്ട് ഞാൻ ഇത് പൊട്ടിച്ചാണല്ലോ. ഇതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ അധികം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രിസർവേറ്റീവ്സോ വിനാഗിരി അധികം ചേർക്കോ അങ്ങനെയൊന്നും ചെയ്തില്ല. ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ വിനാഗിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കും. അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതുമല്ല, നമുക്കത് ടേസ്റ്റ് അധികം പിടിക്കത്തുമില്ല. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഓയിൽ ചേർത്തിരിക്കുന്നത്. ഇത് കുറച്ച് മുകളിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ കളഞ്ഞിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ കളയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. ഓയിൽ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് ഇങ്ങനെ ഒരു 6 months വരെയൊക്കെ ഇത് കണക്കി ഇരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓയിൽ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 6 months വരയ്ക്ക് ഇങ്ങനെ ഇരിക്കും, കുഴപ്പമൊന്നും ഇല്ലാണ്ടിട്ട്. ഓയിൽ കളയാണ്ടിട്ട് നമുക്ക് 1 month വരെയും പുറത്ത് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും. ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ല കേട്ടോ. സാധാരണ വീട്ടിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേനും ഉണ്ടാക്കിയ ടേസ്റ്റ് ആയിരിക്കില്ല, വേറൊരു ടേസ്റ്റ് ആവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരുന്നു, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇപ്പോഴും. അതെന്താ വെച്ചാൽ അങ്ങനെ വീട്ടിലിടുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല 2 ദിവസം കഴിയുമ്പോൾ ഉള്ളത്. നെല്ലിക്ക, മാങ്ങയുണ്ട്, നെല്ലിക്കുണ്ട്, ഒരു നാരങ്ങ. ഇത് ഓപ്പൺ ചെയ്താൽ ഇതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നാരങ്ങയും ഈന്തപ്പഴവും എന്നുള്ള അച്ചാറാണേ. ചെറിയൊരു മധുരവും നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുമല്ലോ, ആ ഒരു ടേസ്റ്റാണ്. ഇത് ചിക്കൻ ഓപ്പൺ ചെയ്യുമ്പോൾ ചിക്കൻ നമ്മൾ സാധാരണ ചിക്കൻ്റെ ഒക്കെ അച്ചാർ മേടിക്കുമ്പോണ്ടല്ലോ വിനാഗിരിയുടെ ഒരു കുത്തൽ വരും. ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് സാധനമില്ല. നമുക്ക് ചിക്കൻ കറിയൊക്കെ കഴിക്കുമല്ലോ, അതുപോലൊരു ഫീലാണ്. നല്ല ഫ്രൈ ചെയ്തിട്ടുള്ളതായതുകൊണ്ടിട്ട് നല്ല മുരുമുര, നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു ചിക്കൻ കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. അച്ചാറൊന്നും പറഞ്ഞിട്ട് അങ്ങനെ തോന്നില്ല. അതെല്ലാം ഞാൻ കഴിച്ചതാണ്, എന്നാലും ഞാൻ പിന്നീട് കഴിക്കുമോ. ഇത് നമ്മുടെ എന്താ ചൂരയുണ്ടല്ലോ, ചൂരേൻ്റെ അച്ചാറ്. ഈ ഓപ്പൺ ചെയ്താലുള്ള എൻ്റെ ബോക്സുകളാണ് കേട്ടോ. അതാണ് ഞാൻ ഈ സ്പൂൺ അതിനകത്ത് പിന്നെ ഇടുന്നത്. പിന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾ അതിനകത്ത് ഇട്ടെന്ന്. ഇതെല്ലാം ബാക്കി എല്ലാവർക്കും ഉള്ളത്, ബാക്കി എടുത്ത് വെച്ചിരിക്കുന്നതല്ലേ ഉള്ളത്. പിന്നെ ഇത് വെള്ളക്കിട്ട നാരങ്ങ, ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. കാന്താരി നാരങ്ങ, ഇതെല്ലാം ഉണ്ടത്. ഇതൊന്നും ആർക്കും കൊടുക്കില്ല ഞാൻ. മാങ്ങ ഇതിനകത്ത് ഒരെണ്ണോടെ ഉള്ളു, മാങ്ങ തീർന്ന് 3 എണ്ണം കൊണ്ടുവന്നു. ഒരെണ്ണം ഗോകുവിന് കൊടുത്തു വിട്ടു. എല്ലാം 3 എണ്ണം ഉണ്ടായിരുന്നു, എല്ലാം അവന് കൊടുത്തു വിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അച്ചാർ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കാർക്ക് വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഇതാണ് കൊഞ്ച്, നമ്മുടെ ചെമ്മീൻ. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ. കുഞ്ഞി ചെമ്മീനല്ല, വലിയ ചെമ്മീൻ ഉണ്ടല്ലോ. ഇത് ഞാൻ കഴിച്ച് കാണിക്കുന്നില്ല, കാര്യം സ്പൂണ് പിന്നെ അതിനകത്തിട്ടുണ്ട്. ഇത് ഒരൊറ്റ ബോക്സേ ഉള്ളൂ. 2 എണ്ണം കൊണ്ടുവന്ന് ഒരെണ്ണം ഗോകുവിന് കൊടുത്തിട്ട്. ബോക്സിനകത്തല്ല, കവറിൻ്റെ അകത്തും പാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ അകത്തും വരുന്നുണ്ട്. അതേ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ചേച്ചീനെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ കമൻറ്റിൽ ചോദിച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ വേറെന്താണ്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലേഡീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അച്ചാറൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഹോൾസെയിൽ റേറ്റിന് എടുക്കുക.
എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ചേച്ചിക്ക് ഇവർക്ക് ലൈസൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ, ലൈസൻസ് അപ്ലൈ ആയിട്ടില്ല, അതുകൊണ്ടിട്ടാണ് ഇല്ലാത്ത സ്റ്റിക്കർ ഇല്ലാത്തത്. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റിക്കർ വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ബ്രാൻഡിൽ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല നിങ്ങൾക്കൊരു ഓൺ ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഇത്ര കിലോ അച്ചാർ, ഏത് അച്ചാർ വേണമെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് കണക്ക് ബോട്ടിലോ അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിൽ എവിടെയായാലും ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ ഈ പുറത്തോട്ടൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് ചമ്മന്തിപ്പൊടി, ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എന്ത് തരം ഐറ്റംസ് വേണമെങ്കിലും പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ കെമിക്കൽസോ ഒന്നും ഇല്ലാണ്ടിട്ട് വീട്ടിലുണ്ടാക്കുന്നത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഞാൻ ഒരിക്കൽ എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരിക്കൽ പോകുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വിശേഷം. വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഗു പോയതിൻ്റെ ചെറിയ വിഷമമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റാവാൻ വേണ്ടിയിട്ടാണല്ലോ. സോ പിന്നെ അച്ചാർ മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞ കണക്ക് പൊതിച്ചോറായാലും എന്ത് ഐറ്റംസ് ആയാലും സ്നാക്സ് ആയാലും എല്ലാം അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നാൽ മതി, ഞാൻ കമൻറ്റിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ആശുക്കുട്ട ഇങ്ങ് വാ. അപ്പോൾ ഡയറക്റ്റ് കമൻറ്റിൽ ചോദിച്ചിരുന്നാൽ മതി. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പം ഞാൻ പൊതിച്ചോറിൻ്റെ കാര്യം, പിന്നെ ഈ ഫുഡ് ഐറ്റംസ് മാത്രം നിങ്ങൾക്ക് എറണാകുളം ബേസ്ഡാണ്. ബാക്കി എന്ത് കല്ല് വീട്ടിലെ കാണാം, ബാക്കി എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും ഓൾ കേരള അവൈലബിൾ ആണ്. അതിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര കിലോ കണക്കിന് വേണമെങ്കിൽ അങ്ങനെ, ഗ്രാം കണക്കിന് വേണമെങ്കിൽ അങ്ങനെ, എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഉണക്ക ചെമ്മീനുണ്ടല്ലോ, അത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവൈലബിൾ ആണല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.